കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരെ വാഹനമിടിച്ച കേസിൽ മുൻകൂർ ജാമ്യം തേടി പ്രതി ഷജീൽ കോഴിക്കോട് സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ ദൃശാൻ ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. വിദേശത്തുള്ള പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിനിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. കോഴിക്കോട് നിന്ന് മിഥില ബാലൻ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. മിഥില, 9കാരി ഇടിച്ച് കോമയിലാക്കി 10 മാസത്തിന് ശേഷമാണ് കാറും അതോടിച്ച് ഷജീലും ആരെന്ന് കണ്ടെത്തിയത്. അപ്പോൾ പ്രതി വിദേശത്തായിരുന്നത്. വിദേശത്ത് നിന്ന് പ്രതിയെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്നതിന് മുന്നോടി ഒരു പ്രതിരോധം തീർക്കാൻ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുകയാണോ ഷജീൽ? തീർച്ചയായും സുഹൈൽ, അങ്ങനെ വേണം കരുതാൻ. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു കേസിൽ പ്രതി ഷജീൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഈ പ്രതി ഷജീൽ നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട്, ഇതുവരെ ഈ കേസിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് എന്താണ് എന്നത് തിങ്കളാഴ്ച അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും. കോഴിക്കോട് സെഷൻസ് കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി ഇപ്പോൾ അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ 10 മാസത്തിന് ശേഷമായിരുന്നു ഇത്തരമൊരു കേസിൽ ഇടിച്ച കാറും ഒപ്പം തന്നെ പ്രതിയെയും പോലീസ് കണ്ടെത്തിയത്. കഴിഞ്ഞ ഫെബ്രുവരി 17 വടകര ചോറോട് ദേശീയപാതയിൽ വെച്ചായിരുന്നു രാത്രി 9 മണിയോടെ ഇത്തരമൊരു അപകടമുണ്ടായത്. ഈ അപകടത്തിൽ 62കാരിയായ ഈ ഒരു കുട്ടിയുടെ മുത്തശ്ശി ബേബി മരണമടയുകയും 9 വയസ്സുകാരിയായ തൃഷാന അബോധാവസ്ഥയിലാവുകയുമായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി ആ കുട്ടി കോഴിക്കോട്ടെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അവിടെ നിന്നും വിടുതൽ വാങ്ങിയത്. എന്തു തന്നെയായാലും ഈ പ്രതിയുടെ ഭാഗത്തും ഇപ്പോൾ ഉണ്ടായ ഒരു നീക്കം എന്നത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് 2 ആഴ്ചക്കുള്ളിൽ ഈ പ്രതി നാട്ടിലെത്തും എന്ന ഒരു പ്രാഥമിക വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ 2 ആഴ്ചക്കുള്ളിൽ എത്തിയിട്ടില്ലെങ്കിൽ പ്രതിയെ ഇവിടെ നാട്ടിലെത്തിക്കാനുള്ള കൂടുതൽ നടപടികൾ പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്.